ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. രാവിലെ തന്നെ മോൾ നല്ല ഹാപ്പി ആയിട്ട് എണീച്ചിട്ടുണ്ട്. മാഷാ അല്ലാ. നമ്മുടെ മക്കളുടെ ഒരു ദിവസം എങ്ങനെയാണോ തുടങ്ങുന്നത് അതനുസരിച്ചിട്ടേക്കാരം നമ്മുടെ ബാക്കിയുള്ള മൂഡും. ഇന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചില ദിവസങ്ങളിൽ ഭയങ്കര കുറുമ്പായിരിക്കും കേട്ടോ. ഇവ നീച്ചിട്ടില്ല, ഓൻ ലേറ്റ് ആയിട്ടാണ് നീക്കാറുള്ളത്. അത് ഞാൻ മോൾക്ക് ഫീഡൊക്കെ ചെയ്ത് അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ഇന്ന് ദോശയും തേങ്ങാ ചട്നിയായിരുന്നു. ഫുഡൊക്കെ വേഗം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പണികളൊക്കെ വേഗം തീർത്തു. പിന്നെ ഉമ്മ മേലെ ടെറസിൽ തേങ്ങ ഉണക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അത് ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാളിതാ അതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ അവളെ ഫുഡ് കഴിക്കലും കുളിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ചിക്കൻ കടായി, നെയ്ച്ചോറ്, പപ്പടം, മാങ്ങാ ചമ്മന്തി ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ചെറിയ മയക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ് പുറത്തിറങ്ങിയതാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. എൻ്റെ ഉമ്മാനൊന്ന് ഡോക്ടറെ കാണിക്കേണ്ട ദിവസമായിരുന്നു. അപ്പോൾ അപ്പോയിൻമെൻറ്റ് 4 മണിക്കാണ് എടുത്തിരുന്നത്. പക്ഷേ ഞങ്ങൾ ലേറ്റായിപ്പോയി ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ക്ലിനിക്കിൽ എത്തിയപ്പോൾ തന്നെ 5:30 ആയിട്ടുണ്ടായിരുന്നു. ഡോക്ടറൊക്കെ വന്നിരുന്നു. ആ തിരക്കിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വേഗം ഡോക്ടറൊക്കെ കാണിച്ചു. നല്ല തിരക്കായിരുന്നു കേട്ടോ. നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ടായിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഒരുപാട് ടൈം എടുത്തു. ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഞങ്ങൾ ക്ലിനിക്കിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങി. റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും വെള്ളമൊക്കെ കുടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ മോജോ എന്ന് പറഞ്ഞ ഒരു അവിൽ മിൽക്കിൻ്റെ ഷോപ്പിലോട്ടാണ് കയറിയത്. നമ്മുടെ ക്ലിനിക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇത് വളാഞ്ചേരിയാണ്. അവിടുന്ന് നമ്മൾ 3 അവിൽ മിൽക്കൊക്കെ ഓർഡർ ചെയ്തു. മോനൊക്കെ അത് ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കട്ടെ, എന്തൊക്കെ വേണമെന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ക്ലിനിക്കിലേക്ക് തന്നെ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഡോക്ടറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. 6 മണിയാകുമ്പോൾ ഡോക്ടർ പോവും. സിസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അത് വാങ്ങിയിട്ട് തന്നെ ഇനി പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇനിയും നമ്മൾ മലപ്പുറത്തുനിന്ന് വളാഞ്ചേരി വരെ അതിന് വേണ്ടിയിട്ട് വരണ്ടേ. അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ മക്കൾ അവിടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടി നടക്കുകയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കറണ്ട് പോയതുകൊണ്ട് തന്നെ വീണ്ടും റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ലേറ്റായി. അങ്ങനെ കുറച്ചധികം നേരം തന്നെ ഞങ്ങൾക്ക് അവിടെ പോസ്റ്റ് ആവേണ്ടി വന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രണ്ടാളും മൂടൊക്കെ മാറി തുടങ്ങി, കളിയൊക്കെ നിന്നു. പിന്നെ വേഗം റിപ്പോർട്ട് കിട്ടിയൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് നേരെ ഞങ്ങൾ പെരിന്തൽമണ്ണയിലേക്കാണ് പോയത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോകണതെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ റൂട്ടൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനും ഉമ്മയും നല്ല വർത്തമാനത്തിലായിരുന്നു. പിന്നെയാണ് ബോർഡ് ശ്രദ്ധിച്ചപ്പോൾ അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ എന്നൊക്കെ കണ്ടു. എന്തിനാണ് നമ്മൾ പെരിന്തൽമണ്ണയിൽ പോയതെന്നല്ലേ? ഞാൻ കുറേ കാലമായി പറയുന്നത് എനിക്ക് ബബിൾ ടീ കുടിക്കണമെന്ന്. അപ്പോൾ അത് വാങ്ങിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ബബിൾ ടീ കുടിച്ച കഥയൊക്കെ ഞാൻ ഷോർട്സിലിട്ടിരുന്നു. അത് വേർത്തായില്ലെങ്കിലും ഇവിടെ വന്നത് നന്നായെന്ന് എനിക്ക് തോന്നി. കാരണം നല്ല ആംബിയൻസും നല്ല ഫുഡും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ ഏറ്റവും ആകർഷകമായിട്ടുള്ള സംഭവമാണ് ഇത്, ഈ ബസ്സിൻ്റെ ആകൃതിയുള്ള കഫേ. അവിടുത്തെ ആംബിയൻസും സർവീസൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ലൊരു സെറ്റപ്പായിരുന്നു.
നമ്മൾ ഫുഡിനൊക്കെ ഓർഡർ കൊടുത്ത് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇവിടെ ഈ കറക്കൊക്കെ. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ എത്തി. ഇവക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഫ്രഞ്ച് ഫ്രൈസ്. അത് കണ്ടൊക്കെ പിന്നെ അതിമലായി ഓന്. നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസൊക്കെ ഓരോന്നോരോന്നായി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്. എല്ലാം ട്രൈ ചെയ്തു. ഒക്കെ നന്നായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. അവരുടെ കുനാഫ അടിപൊളിയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ അത് സ്റ്റോക്ക് ഔട്ടായിരുന്നു. അത് നമുക്ക് കിട്ടിയില്ല. അപ്പം ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് എന്തെങ്കിലും പോകുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചത് വീട്ടിലേക്ക് 2 വീട്ടിലേക്കും പാർസലൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. താഴെ പാർക്കിങ്ങിൻ്റെ അവിടെ ആയിട്ടുണ്ട് ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ. അത് ഇവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൻ അവിടെ കുറേ നേരം ആടി ഇരുന്നിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയ ശേഷം ഉടനെ തന്നെ പോയിട്ടില്ല. അവിടെ താഴെ കുറച്ച് നേരം ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. നമ്മളിതുപോലെ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ മക്കൾ നമ്മൾ നന്നായിട്ട് ഹാപ്പി ആക്കണമല്ലോ. പോൻ അവിടെ ഇരുന്ന് കുറേ നേരം ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേന് 10 മണി കഴിഞ്ഞിരുന്നു കേട്ടോ. മോളൊക്കെ വണ്ടിയിൽ നിന്ന് തന്നെ ഉറങ്ങിയിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.